ആഭരണം ഊരുക എന്നൊരു വ്യവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം ബന്ധുക്കോസിലായിരുന്നു. ഈ ചരിത്രത്തിൽ നമ്മൾ ചെയ്തൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോഴും? വലിയ അബദ്ധമായിരുന്നു, വലിയൊരു അബദ്ധമാണ്. വലിയ അബദ്ധമായി പോയി, വലിയ അബദ്ധം. ഈ പോകാറാവുന്ന സമയത്ത് വൈകി വന്ന വിവേകമാണോ എന്നറിയില്ല, അതോ ഈ പല പല പെന്തക്കോസ്തും മറ്റിതര പള്ളിയിലച്ചന്മാരും മറ്റൊക്കെ ഈ അൽഷിമേഷസോ അല്ലെങ്കിൽ അവസാന സമയത്തൊക്കെ ചില പരസ്പരവിരുദ്ധമായ ജൽപ്പനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബെനിഹിൻ ഈ അവസാന കാലത്ത് പറയുന്നത് പ്രോസ്പെരിറ്റി മാത്രമല്ല, ഈ കഷ്ടതയിലൂടെയും ദൈവരാജ്യം അനുഭവത്തിൽ വന്നപ്പോഴൊക്കെ താൻ വെളിപ്പെടുത്തി. ഈ ക്രെഫ്രൻ ഡോളർ അദ്ദേഹം ദശാംശത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചു, അവസാനം അത് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ ഇടയ്ക്ക് ഇന്നലെ ഒരു വീഡിയോ കണ്ടു, അതേപോലെ ഞാൻ ഒരുപാട് പ്രവചിച്ചു, അതൊക്കെ ചെയ്തു, ഇതൊക്കെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അത് വേറൊരു ആത്മാവിനാലാണ് എത്രയോ പേരെ പറ്റിച്ചു എന്നോർത്ത് എനിക്ക് വളരെ പരിതാപം വരുന്നു. അതേപോലെ ഇങ്ങനെയൊക്കെ ചിലര് ഒരു മനുഷ്യായുസ് മുഴുവനും ചിലർ പറയാറുണ്ട്, ഞാൻ പെന്തക്കോസ്തിലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ മനസ്സിലായത് എപ്പിസ്കോപ്പൽ ഇതാണ് തിരുസഭ ശരീരം. വൈകിപ്പോയി. ഈ തെറ്റുകൾ വരാറുണ്ട്, തിരുത്തലുകൾ, മാറ്റം പ്രകൃതി നിയമമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ തരത്തിലുള്ള പ്രസ്താവനകൾ പറയുമ്പോഴേ കൊള്ളാം, മാറ്റം, തിരുമ്പുതൽ, ഇതൊക്കെ ആവശ്യമാണ്, കൊള്ളാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതല്ല അതിൻ്റെ ലാംഗ്വേജ്, മനസ്സിലായല്ലേ? ഈ പിന്നെ സഖായി അത് പിന്നെ അവിഹിതമായത് ചെയ്തപ്പോൾ യേശുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവന് വന്ന ഒരു മാറ്റം, ആ മാറ്റം വന്നപ്പോൾ അവനിങ്ങനെ മാറിയെന്ന പ്രസ്താവനയെക്കാളും അവൻ ആ മാറ്റം കൊണ്ട് അവൻ തുള്ളി. അവൻ ആദ്യം ചെയ്തത് സിനിമ ഞാൻ കണ്ടു, യേശുവിൻ്റെ ആ മുകളിൽ കയറാൻ പറ്റുന്നില്ല, പൊക്കം കുറവാണ്, കയറിയിട്ട് അത് എടുത്തിട്ട് കൊടുക്കുകയാണ്, അങ്ങ് ചില വഴി പാവപ്പെട്ടവർ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളൊക്കെ ഈ പെന്തക്കോസ്തിലായിരുന്നപ്പോൾ ഈ പിന്നെ പ്രോസ്പെരിറ്റിയെക്കുറിച്ചും ദശാംശത്തെക്കുറിച്ചും അല്ലെങ്കിൽ പിന്നെ ഓർണമെന്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ പ്രസംഗിച്ച് നടന്ന് എത്രയോ ഇടങ്ങളിൽ, അപ്പോൾ അവരെയൊക്കെ ആ പ്രസംഗിച്ച് കിട്ടിയ കാണിക്കകളെല്ലാം അവർക്ക് പങ്കുവെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ സ്ലാങ് എങ്കിലും ഒന്ന് മാറ്റണം. അബദ്ധമായിരുന്നു, വലിയൊരു അബദ്ധമാണ്. ഞാൻ പറയട്ടെ, ചില ഭാഷന്മാരെ മക്കളൊക്കെ സ്നാനത്തിൽ തലേദിവസം ഈ ഭാഷന്മാരെ എടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. എനിക്ക് സമൂഹത്തിൽ ഇറങ്ങണം, പപ്പ പപ്പ ഒരു കമ്മലിട്ട് പപ്പ ആടി, എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് പിന്നെ വിശ്വാസികളുടെ പലതും പറയേണ്ടി വരും. ഞാൻ എനിക്ക് അമേരിക്ക പോകാനാണ്, ഇവിടെ പോകാനാണ്, എൻ്റെ ശുശ്രൂഷ തീരും. അപ്പോൾ ഒരു കമ്മലിട്ടപ്പോൾ ഒരു അങ്ങനെ എത്ര കുട്ടികൾ എത്ര പേരെ നിർബന്ധിപ്പിച്ചമാരൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം ചെയ്ത് ഒരു സമൂഹം വിശ്വാസികൾ ഇന്നിവിടെ ഇരിക്കുകയാണ്. ആഭരണമില്ല, വിവാഹത്തിനും എന്തെല്ലാം മുറിവുകളും കഷ്ടങ്ങളും താല്പര്യത്തോടും സമർപ്പണത്തോടും ഉള്ളവരുണ്ട്, അല്ലാതെ നിർബന്ധിച്ചവർ പിന്നെ കഴുത്തിൽ മാലായിട്ട് കഴിഞ്ഞ പാമ്പ് ചുറ്റും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊക്കെ മാറ്റി എത്ര ഒരു സമൂഹം ഇവിടെ ഇരിക്കുമ്പോഴാണ് ഏതാം കാലത്ത് വന്നിരുന്നുണ്ട് അബദ്ധം പറ്റിപ്പോയി. വലിയ അബദ്ധമായിരുന്നു, വലിയൊരു അബദ്ധമാണ്. അപ്പോ ഈ ഒരു തലമുറയ്ക്ക് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം? ഈ ഒരു ഡയലോഗ് അടിച്ചാൽ മതിയോ? അബദ്ധം പറ്റിപ്പോയി, അബദ്ധം. ഇതല്ല ലാംഗ്വേജ്, മനസ്സിലായല്ലേ? ഇവരെയൊക്കെ അടുത്ത് പോയി നിന്നിട്ട് കൈകൂപ്പി മാപ്പ് ചോദിച്ചാൽ പോലും ഇതിനൊരു പകരമാകില്ല, അറിയാതെ പറ്റിപ്പോയി. പക്ഷെ ആ പോപ്പിനെ കണ്ടുപോയി പലയിടങ്ങളിലും തെറ്റുതിരുത്തുമ്പോഴൊക്കെ പൊതുസമൂഹത്തോട് അദ്ദേഹം മാപ്പ് ചോദിച്ചുകൊണ്ട്, ഞാനത് അവിശ്വാസ സമൂഹത്തോട് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ പോപ്പ് പലപ്പോഴൊക്കെ നടത്തുന്ന ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. വിളിർന്നപ്പോൾ അബദ്ധം പറ്റിപ്പോയി, അബദ്ധം. ഇനി കുറേ ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞു ഓർണമെന്റ്സ് ഇട്ടിരുന്നെങ്കിൽ സഭയിൽ ആൾക്കാർ. അപ്പൊ ഇപ്പോഴത്തെ വിഷയം എന്താണ്? നിലനിൽപ്പ്. ഇനി ആൾക്കാർ പോകുന്നു എന്നത് കൊണ്ട് നിലനിൽക്കാൻ വേണ്ടി ആഭരണം അനുവദിച്ചു കൊടുത്താൽ അതാണോ സഭയുടെ അന്തസ്? അതൊരു മൂല്യം?
സഭയുടെ അടിത്തറ സാരാംശം, കണ്ടന്റ്, അത് അവിടെ അതിനകത്ത് ഇറങ്ങി മനോഭാവങ്ങളിലും ദൈവിക ബന്ധങ്ങളിലും ഒരു അഴിച്ചുപണി നടത്താതെ ഈ കിണ്ടികിണ്ണങ്ങളുടെ പുറത്തിരുന്ന് കൊണ്ട് ആഭരണം മാറ്റി എടുത്തത് കൊണ്ട് എന്തിനാണ് നേട്ടമിരിക്കുന്നത്? എന്താണ് നേട്ടം? ഒരു തലമുറ ഇന്നും ആഭരണം മാറ്റി നിങ്ങൾക്ക് എൻ്റെയൊക്കെ ബ്ലാക്ക് മെയിലുകൾ ആ ഒരു തരത്തിലിരിക്കുന്നു. ഇന്ന് അടുത്ത തലമുറ ഈ ആഭരണം, നീ ഇപ്പോൾ ഒരു ആഭരണം ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ പെന്തക്കോസ്ത വളരാനാണ് പോണത്. ഇവിടെ വളർച്ച എന്ന് പറഞ്ഞാൽ പുറത്ത് നീ വളർച്ച എന്താണ്? ആയിരിക്കുന്ന അവസ്ഥയിലിരുന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്കുള്ള ചലനമാണ്. ആയിരിക്കുന്ന അവസ്ഥയിലിരുന്നും ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലിരുന്നും ക്രിസ്തു എന്ന പൂർണ്ണതയിലേക്കുള്ള ചലനമാണ് വളർച്ച. ആ ചലനത്തിന്റെ ഇടയിൽ ആഭരണമോ മാറ്റിയതോ മാറ്റാത്തതോ ഇതിലൊന്നും ഒരു വിഷയമല്ല, ഇതൊന്നും നിത്യതമാകുന്ന വിഷയമല്ല. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ വിഷയത്തെ അടിസ്ഥാനത്തെയും മാർഗത്തെയും ലക്ഷ്യത്തെയും ക്രമപ്പെടുത്താതെ ഇങ്ങനെയൊക്കെ ക്രമപ്പെടുത്തിയിട്ട് ആൾക്കാർ കൂടുമെന്നാണ് അതിന്റെ ചിന്ത. അബദ്ധം പറ്റിപ്പോയി. ഇനി കുറേ ദിവസം കഴിയുമ്പോൾ എന്ത് പറയും? അയ്യോ, അന്ന് നിങ്ങൾ മനസ്സാന്തരത്തെക്കുറിച്ചൊക്കെ മനസ്സാന്തരപ്പെടണം, അനുദപിക്കണം, ഏറ്റുപറയണം. പക്ഷെ അതൊന്നും വേണ്ട, ചെറുതായിട്ടൊക്കെ പറഞ്ഞാൽ മതി. അബദ്ധം പറ്റിപ്പോയി, രക്ഷപ്പെട്ട രക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്നങ്ങ് സമ്മതിച്ചാൽ മതി. അബദ്ധം പറ്റിപ്പോയി. സ്നാനം, അതിപ്പം മുങ്ങി തന്നെ പെടണമെന്ന് ഞങ്ങളെന്ന് പറഞ്ഞു. മുങ്ങി തന്നെ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, മുങ്ങിപ്പെടണമെന്ന് പറഞ്ഞു. അത് വിശ്വാസത്തിന് ശേഷമാണ്, വിശ്വാസത്തിന് മുമ്പുള്ള ശിശുവിനാണ് തെറ്റെന്ന് പറഞ്ഞു. കൊടിക്കീഴിൽ തെറ്റെന്ന് പറഞ്ഞു. അപ്പോ സ്നാനപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ എതിർത്തു. പക്ഷെ ഇപ്പൊ അതിലൊന്നും കാര്യമൊന്നുമില്ല, ആൾക്കാർ പോകുന്നു, അതുകൊണ്ട് സ്നാനത്തിലൊന്നും കാര്യമില്ല എന്നാണ് പ്രസംഗിക്കേണ്ടത്. അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ നീയൊക്കെ പറയും. അന്യവേഷ അഭിഷേകം, ആത്മാവ് അഭിഷേകത്തിന്റെ അടയാളമാണ് അന്യഭാഷ. ഇല്ല, പിന്നെ പറഞ്ഞു അതിൻ്റെ അടയാളം ഫലം സ്നേഹമാണ്. ഇപ്പം പറഞ്ഞു വരവും ഫലത്തിൽ നിന്നും കാര്യമൊന്നുമില്ല, അതിലൊന്നും അല്ല കാര്യം. ആൾക്കാർ യുവതലമുറ പിടിച്ചു നിർത്തണ്ടേ? അബദ്ധം പറ്റിപ്പോയി. വേർപാട്, അന്ന് വേർപെട്ട ജീവിതത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ അത് ചെയ്യണം. ലോകത്തിൽ നിന്ന്, സമൂഹത്തിലിരുന്ന്, പാപത്തിലിരുന്ന്, ലോക വ്യക്തികളിലിരുന്ന്, ലോക സിസ്റ്റത്തിലിരുന്ന് നമുക്കൊരു വേർപാട്. ഇതാ സഹോദരന്മാർ വേറിട്ട് വസിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞത് തെറ്റായിപ്പോയി, അബദ്ധം പറ്റിപ്പോയി. നിങ്ങൾ ഏത് തരത്തിൽ ജീവിച്ചാലും എങ്ങനെ വേഷമിട്ടാലും കുഴപ്പമില്ല, പള്ളിയിൽ വരിക, ആൾക്കാർ വേണ്ടേ? കൂട്ടായ്മ, അതിപ്പം ദൈവത്തോട് അങ്ങനെ മാത്രം കൂട്ടായ്മ വെച്ചിട്ട് കാര്യമില്ല. ആരടുത്ത് വേണോ പറയാം, പുണ്യവാളന്മാരുടെ അടുത്ത് പറയാം, പരിശുദ്ധന്മാരുടെ അടുത്ത് പറയാം. ആരടുത്ത് വേണോ പറഞ്ഞാൽ അങ്ങവരങ്ങ കൊണ്ടങ്ങ് എത്തിക്കും. അബദ്ധം പറ്റിപ്പോയി, ആൾക്കാർ കൂടണ്ടേ? പ്രാർത്ഥന, അത് യേശുവിൻ്റെ അടുത്ത് യേശു മാത്രമേ, അന്ന് ഞങ്ങൾ പ്രസംഗിച്ചു യേശു മാത്രം മധ്യസ്ഥൻ. ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല, സഭയിൽ നിന്ന് ആൾക്കാർ വരുന്നില്ല. അതുകൊണ്ട് യേശു മാത്രമല്ല, പലരും മധ്യസ്ഥരുണ്ട്. അവരോടൊക്കെ അബദ്ധം പറ്റിപ്പോയി. ഇങ്ങനെയൊക്കെ ഓരോ അടിസ്ഥാന ഉപദേശങ്ങളെ അടിച്ചു പൊളിച്ച് വരുന്ന ആളുകളിൽ നീയൊക്കെ ഈ പോക്കാണെങ്കിൽ പൊളിച്ചടക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല. ഇനി അടുത്ത തലമുറയിലേക്ക് പറയും. ക്രിസ്തീയതയെ കുറിച്ച് പ്രസംഗിച്ചു. അതല്ല, അതും ശരി, ഇതും ശരി, ഇതും ശരി, എന്തും ശരി, എല്ലാം ഒരു നദി എന്ന് പ്രസംഗിക്കുന്നു. അബദ്ധം പറ്റിപ്പോയി. അന്ന് ഞങ്ങൾ യേശു മാത്രം രക്ഷകനെന്ന് പറഞ്ഞു. അതൊന്നുമല്ല, യേശു മാത്രമല്ല, എല്ലായിടവും രക്ഷയുണ്ട്. അവസാനം പറയും ഇതിലൊന്നിലും കാര്യമില്ല, ദൈവമേ ഇല്ല, അബദ്ധം പറ്റിപ്പോയി. പറഞ്ഞ് ഞാനേ ഒരബദ്ധമായി പോയി, വലിയ അബദ്ധമായിരുന്നു, വലിയൊരു അബദ്ധമാണ് എന്ന് പറഞ്ഞ അവസാനം ജീവിതം ചുഴിക്കകത്തിലേക്ക് എത്തേണ്ട യാത്രയിലാണ് ഇവിടുത്തെ ആത്മീക തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? പ്രാപിക്കേണ്ടത് പ്രാപിച്ചില്ല. കെ.സി. ജോൺ പാഷേ, നിങ്ങൾ ചിലപ്പോൾ എന്തൊക്കെ സഭയുടെ സുപ്രീം കോടതി ആയിരിക്കാം, സമ്മതിച്ചു. നിങ്ങളുടെ പ്രസംഗം സറാഫുകളുടെ ചിറകടി ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ എല്ലാവരും ഇളക്കിയ ഒരു സമയമുണ്ട്. കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ നാവാണ് കയറിയ കത്തും. എവിടെ കത്തും? പ്ലാറ്റ്ഫോം കത്തും, പന്തൽ കത്തും, ആൾക്കാർ തുള്ളും, ഇളവും, മീറ്റിംഗ് കഴിയും. ഓക്കെ, ഒരു
പഞ്ചിങ് അന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ, വിമർശിക്കുന്നില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ അതിൽ ഒതുങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയണമായിരുന്നു മാപ്പ്. മാപ്പ്. ഒരു തലമുറയെ വഞ്ചിച്ചു, മാപ്പ്. ആ തലമുറ, വഞ്ചിച്ച തലമുറ ഇന്നും ഇവിടെ നിൽക്കുന്നു. അവരുടെ അടുത്ത് ഇനി ആഭരണം ഇടാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവർ ആഭരണം ഇടുമെന്ന്, തിരിച്ചിടുമെന്ന് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? കഴിയുമെങ്കിൽ വ്രതന്മാരെ കൂടെ എന്ന് പറഞ്ഞാൽ വിശ്വാസികളോട് ഞാൻ പറയുന്നു, നിന്നെ സ്നാനപ്പെടുത്തിയവൻ പിന്മാറിപ്പോവും. നീ വലുതെന്ന് പറഞ്ഞ് ഉപദേശിച്ചവൻ, നീ രക്ഷയിലേക്ക് കൊണ്ടുവന്നവൻ, അല്ലെങ്കിൽ നിന്റെ തലയിൽ കൈവച്ച ആള്, അല്ല നീ നിന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞ ആള്, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. എന്നതുകൊണ്ട് നിന്റെ വിശ്വാസം നീ നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയരുത്. പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെറ്റോ ശരിയോ ഇതൊന്നുമല്ല എൻ്റെ വിഷയം. പക്ഷേ അതിൻ്റെ ആ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം കാട്ടിക്കൂട്ടി വെച്ച് പിന്നെ ഇങ്ങനെയോമാരൊക്കെ എല്ലാം ഓരോ കാലഘട്ടങ്ങൾ കാട്ടിക്കൂട്ടി പൈസകൾ ഉണ്ടാക്കി അതൊക്കെ ജീവിച്ചിട്ട് ലാസ്റ്റ് ഒറ്റവാക്കില്ല, ബന്ധം പറ്റിപ്പോയി. അതല്ല പോപ്പ് പല കാലഘട്ടങ്ങളും പറയുന്നുണ്ട്, പൊതുസമൂഹം ഞാൻ മാപ്പ് ചോദിക്കുന്നു, പെന്തക്കോസ്ത് സമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇന്നും ആഭരണം, ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ആഭരണം ഇടരുത് പാപം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗം ആ തീരുമാനത്തിൽ ഉറച്ച് പിന്തുടർന്ന് നിൽക്കുന്ന ആ സമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾ ഇടാൻ പറഞ്ഞാൽ അവരിടില്ല തിരിച്ച്, അത് വേറെ വിഷയം. മാപ്പ് ചോദിക്കുന്നു എന്ന നിലയിലുള്ള ഒരു പ്രസ്താവനയാണ് താങ്കൾ നടത്തേണ്ടത്. അല്ലാതെ കൊണ്ട് 3-4 വരെ പിടിച്ചുകൊണ്ടിരുത്തിക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തിയിട്ട് അത് വെറും ഒരു ഊളത്തനമായിട്ട് സമൂഹം കാണത്തുള്ളൂ.